അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെറാഡ് പോൾ. നമ്മളിന്ന് ഡബിൾ ചങ്കന്മാരെ കാണാൻ പോവാണ്. അപ്പോൾ ഡബിൾ ചങ്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ യമഹയുടെ RD350, പക്ഷേ ഇത് RD350 അല്ല, വേറെ കുറേ ഡബിൾ ചങ്കന്മാരുണ്ട്. നമ്മുടെ SD, ജാവ, അങ്ങനെ കുറച്ച് ടീമുകളുടെ ഡബിൾ ചങ്കന്മാർ ഒരുമിക്കുന്നു. ഇത് വളരെ റയർ സംഭവമാണ്. കുറച്ച് വണ്ടികളാകെ കേരളത്തിലുള്ളൂ. അവർ കൊച്ചിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുമിക്കുകയാണ്. അപ്പോൾ നമ്മളത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ SD, ജാവ ട്വിൻ സിലിണ്ടേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകണ്ട. കൂടാൻ പോകുന്നു. അപ്പോൾ SD, ജാവ ഇതാണ് ഇവിടെ മീറ്റപ്പ് വന്നേക്കുന്നത്. ട്വിൻ സിലിണ്ടേഴ്സ് മാത്രം, ഡബിൾ എൻജിൻ മാത്രമുള്ളൂ. അപ്പോൾ SDയുടെ ഡബിൾ എൻജിൻ, അതുപോലെ ജാവയുടെ ഡബിൾ എൻജിൻ. പിന്നെ ഒരു വെറൈറ്റി വണ്ടി വന്നതെന്ന് പറയുകയാണെങ്കിൽ കാലിഫോർണിയൻ ജാവയാണ് വന്നേക്കുന്നത്. അത് റയറാണ്, വളരെ റയർ. ഇതൊക്കെയാണ് വന്ന വണ്ടികൾ കേട്ടോ. ഫസ്റ്റ് ഇരിക്കുന്നത് ജാവ, പിന്നെ കാലിഫോർണിയൻ ജാവ, പിന്നെയുള്ളതൊക്കെ SDകളാണ്. ഇതൊക്കെ 350 cc ആണ്. ഇപ്പം SDകൾ ഈ ഡബിൾ സിലിണ്ടർ വളരെ കുറച്ചുള്ളൂ. അന്ന് അധികം കുറച്ച് ഇറങ്ങിയിരുന്നില്ല. പിന്നെ എല്ലാവരും സാധാ SDകളായിരുന്നു. ക്ലാസിക്കും റോഡ് കിങ്ങൊക്കെയാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് അത്രയും കൂടെ ആൾക്കാർ എടുത്തിരുന്നില്ല. പക്ഷെ ഇത് മാരക വണ്ടിയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയാണ്. ഇതാണ് നമ്മുടെ ജാവ. ഇത് ഡബിൾ സിലിണ്ടർ. അതേ കാണിച്ചു തരാട്ടോ. അതെ, ഡബിൾ സിലിണ്ടറാണ് ഈ സംഭവം. ഇതൊക്കെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ മെയിൻ്റനൻസ്, ഇതിൻ്റെ പാർട്സിൻ്റെ ലഭ്യത വളരെ പ്രശ്നമാണ്. പിന്നെ ഇത് പണിയാനുള്ള മെക്കാനിക്കുകളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഇതുപോലത്തെ വണ്ടികൾ, ഇതിൻ്റെ പാർട്സുകളൊക്കെ മൈസൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. വലിയൊരു വെല്ലുവിളിയാണ് ഈ ഡബിൾ എഞ്ചിനുകൾ, അതുപോലെ ഈ വിൻറ്റേജ് വണ്ടികളൊക്കെ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ. ഇതാണ് കാലിഫോർണിയൻ ജാവാട്ട. ഈ സാധനം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരെണ്ണം കണ്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ആ വണ്ടിയാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉടമസ്ഥൻ പൊന്നുപോലെ, അതായത് അത്ര നന്നായി സംരക്ഷിച്ച് കൊണ്ട് നടക്കണേ. കാരണം നല്ല രീതിയിൽ നോക്കാൻ പറ്റിയ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഈ വണ്ടിയൊക്കെ നിലനിൽക്കുള്ളൂ. കാരണം അത്രയും ഒരു റിസ്ക് പരിപാടിയാണ് ഇങ്ങനത്തെ റയർ വണ്ടികൾ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെ, ഇവരൊരുമിച്ച് കൂടി. അപ്പോൾ എല്ലാവരും വിട പറയാൻ തയ്യാറായി. നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിട പറയണ്ട. ഓക്കെ. ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ നിൽക്കണ ഒരു കുഞ്ഞു പോലെ ഉണ്ടാകുന്ന വണ്ടിയാണ്. വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെടുന്നവർ വന്നേക്കണേ. കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ ഉടമസ്ഥ